നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. നിറങ്ങളിൽ നീരാടി കലോത്സവ നഗരം. കൗമാരകലകളുടെ വർണ്ണക്കടലായി തലസ്ഥാന നഗരം. കേരള തനിമയുടെയും സാംസ്കാരിക പെരുമയുടെയും നിറങ്ങളും നാദങ്ങളും ചേർന്ന ഘോഷയാത്രയോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പകിട്ടാർന്ന തുടക്കം. മേളയുടെ മുഖ്യവേദിയായ പുത്തരിക്കണ്ട മൈതാനത്ത് കൗമാര കലോത്സവത്തിന് തിരികൊളുത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ആദ്യ മത്സരവേദിയിൽ മോഹിനിയാട്ടത്തിന്റെ ലാസ്യ നടനം. 19 വേദികളിലായി 10,000-ത്തിലധികം പ്രതിഭകൾ അരങ്ങിലെത്തുന്ന മേളയിൽ ഇന്നത്തെ മത്സരം 13 വേദികളിൽ. മോഹിനിയാട്ടത്തിനു പുറമെ തിരുവാതിരക്കളി, ഭരതനാട്യം, കുച്ചിപ്പുടി, പഞ്ചവാദ്യം എന്നിവയിലും ഇന്ന് മത്സരം. സോളാറിൽ ഇടക്കാല റിപ്പോർട്ടില്ല. സോളാർ കേസിൽ ഇടക്കാല റിപ്പോർട്ട് ഉണ്ടാകില്ലെന്ന് കമ്മീഷൻ. 30-ലേറെ സാക്ഷികളെ കൂടി വിസ്തരിക്കാനുണ്ടെന്നും ഏപ്രിൽ 27-ന് മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജസ്റ്റിസ് ശിവരാജൻ. കേസിൽ സരിതയെ നേരിട്ട് വിസ്തരിക്കാൻ ബിജു രാധാകൃഷ്ണന് കമ്മീഷന്റെ അനുമതി. ഈ മാസം 27-നും 28-നും സരിത കമ്മീഷന് മുന്നിൽ ഹാജരാകണം. വിവാദ കത്ത് ഹാജരാക്കാനും നിർദ്ദേശം. സോളാർ തട്ടിപ്പിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ ഈ മാസം 25-ന് വിസ്തരിക്കും. രാവിലെ 11 മണിക്ക് ഗസ്റ്റ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കും. സരിതയുടെ കത്തും ബിജുവിന്റെ CD-യും പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ഉചിത സമയത്ത് തീരുമാനമെടുക്കുമെന്നും കമ്മീഷൻ. ജയരാജിന് ജാമ്യമില്ല. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജിന് വീണ്ടും തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി തള്ളി. കേസിൽ പ്രതിയല്ലാത്തതിനാൽ മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി. കേസിൽ CBI തന്നെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന ജയരാജന്റെ വാദം പരിഗണിച്ചില്ല. നിസാമിന്റെ വിധി നാളെ. ചന്ദ്രബോസ് വധക്കേസിൽ തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി നാളെ. പ്രതി മുഹമ്മദ് നിസാം കുറ്റക്കാരനാണോ അല്ലയോ എന്നത് നാളെ അറിയും. ശിക്ഷയും നാളെ തന്നെ വിധിക്കുമെന്ന് സൂചന. വ്യവസായിയായ നിസാമിനെതിരായ കേസ് ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ ആഡംബര കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന്. 79 ദിവസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ വാദം പൂർത്തിയായത് കഴിഞ്ഞയാഴ്ച. വിചാരണ നീട്ടിവെക്കണമെന്ന് നിസാമിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. സർവകലാശാലയിൽ സംഘർഷം. ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ സ്ഥിതിഗതികൾ രൂക്ഷം. നിരോധനാജ്ഞ നിലനിൽക്കുന്ന ക്യാമ്പസിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. ആരോപണ വിധേയനായ കേന്ദ്രമന്ത്രി ബണ്ടാരു ദത്താത്രേയ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും ആം ആദ്മിയും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ മോദി മാപ്പ് പറയണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2,455 രൂപ, പവൻ 19,640 രൂപ, വെള്ളി ഗ്രാമിന് 36.39 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.